അങ്ങനെ ഹൈദരാബാദിലെ മൂന്നാമത്തെ ദിവസം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ മെഹ്ഫിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പം സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപ്പോപ്പൊക്കെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, ബിരിയാണി നമ്മൾ ഓർഡർ കൊടുക്കുക നേരത്തെ ഒരു മീഡിയം സ്പൈസി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ നമുക്ക് അത്രയൊരു സ്പൈസ് നമുക്ക് ഇതാകത്തില്ല. പിന്നെ നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ടിലോട്ടാണ് ഇന്ന് പോകുന്ന വഴിക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പകർത്താൻ തോന്നിയതാണ്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി റേഞ്ചിലാണ് നമ്മൾ ഗോൾക്കൊണ്ടയിൽ എത്തിച്ചേർന്നത്. പോകുന്ന വഴിക്ക് തന്നെ ഗോൾക്കൊണ്ട സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എൻട്രൻസൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. അവസാനം നമ്മളവിടെ മെയിൻ ഗേറ്റിലെത്തി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് എൻട്രൻസ് ഉണ്ട്. നമ്മൾ ആ എൻട്രൻസിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എല്ലാ സിറ്റിസൺസിനും 25 റുപ്പീസാണ്. അതർ ദാൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നല്ല റേറ്റാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി. അപ്പം നമ്മുടെ ഈ ഗോൾക്കൊണ്ട ഫോർട്ട് നമ്മുടെ പ്രേമലു സിനിമയിലൊക്കെ ആ പാട്ട് സീനിലൊക്കെ ഒത്തിരി ഇതിനകത്തുള്ള ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു വഴി കൂടെയൊക്കെയാണ് ആ പാട്ട് സീനിനകത്ത് മറ്റേ ആദ്യം ഫോൺ മേടിക്കുന്നതും അങ്ങനത്തെ ഒരു JK ഒക്കെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല സീനറിയാണ് മൊത്തത്തിൽ. കോട്ടയെപ്പറ്റി പറയുകയാണെങ്കിൽ കുത്തബ് ഷാഹി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഗോൾക്കൊണ്ട ഫോർട്ട്. ഏകദേശം ഒരു 62 വർഷം എടുത്തിട്ടാണ് ഈ ഒരു ഫോർട്ട് ബിൽഡ് ചെയ്തത്. 1143 മണ്ണുകൊണ്ടുള്ളൊരു കോട്ട ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് രൂപാന്തരപ്പെടുത്തിയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു കോട്ട പുനർനിർമ്മിച്ചത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അവശേഷിപ്പായിട്ട് നിലനിർത്തിയിരിക്കുന്നതാണ് കാഴ്ചക്കാർക്ക് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി എന്താ പറയുക, നമുക്ക് പഴയ കാര്യങ്ങളും അതുപോലെ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. നമുക്ക് വൈകുന്നേര സമയങ്ങളിലുള്ള നല്ല ലൊക്കേഷനാണ്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണേലും അതിൻ്റെ ഒരു ചുറ്റിനുള്ള ഗ്രീനറി ആണേലും നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിയാൻ നേരത്ത് ആ ഒരു ഏരിയ ഫുള്ള്, അതായത് ഹൈദരാബാദിൻ്റെ ഒരു കുറച്ച് ഏരിയയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഗോൾക്കൊണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾ എന്ന് പറഞ്ഞാൽ ഉരുണ്ടത്, കൊണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അത് ഉരുണ്ട ഒരു ഹിൽ, അതായത് ഉരുണ്ട മലയിൽ നിന്ന് ചെത്തിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഫോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗോൾക്കൊണ്ട എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ മുകളിലെത്തി നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം കുറേ ഗ്രീനറിയൊക്കെ കണ്ടു. ശേഷം നമ്മൾ അവിടുന്ന് വൈകുന്നേര സമയം ഒരു 6:30 ആയപ്പോൾ ഇറങ്ങി. ശേഷം നമ്മൾ പോയത് നിലോഫർ കഫേയിലോട്ടാണ്. അതായത് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കറാച്ചി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒറിജിനൽ ഫ്ലേവർ നമ്മൾ ടേസ്റ്റ് ചെയ്യാനാണ്. ഇവിടെയാണ് ഒറിജിനൽ കിട്ടുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഓസ്മാനിയ ബിസ്ക്കറ്റ് അതൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. കേട്ട പോലെ തന്നെ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ബിസ്ക്കറ്റിന്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഓസ്മാനിയയുടെ തന്നെ സാധാരണ ഓസ്മാനിയ ബിസ്ക്കറ്റ്, മൾട്ടി ഗ്രെയിൻ, അങ്ങനെ 2 വേരിയൻ്റ് ഓർഡർ ചെയ്തു. പിന്നെ ഇവിടുത്തെ തന്നെ നിലോഫറിൻ്റെ സ്പെഷ്യൽ ടീ, പിന്നെ 2 ടൈപ്പ് ഓഫ് ബണ്ണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഹൈദരാബാദിൽ വരണം, ഉറപ്പായിട്ടും നിലോഫർ കഫേയിൽ വന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ഓരോ സംഭവത്തിനും. അവിടുന്ന് തന്നെ നമുക്ക് എല്ലാം പാക്കറ്റ് അവൈലബിൾ ആണ്. നമ്മളെല്ലാ വേരിയൻറ്റും, ഓൾമോസ്റ്റ് എല്ലാ വേരിയൻറ്റും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പാഴ്സലൊക്കെ മേടിച്ചിട്ടാണ് നിലോഫറിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാത്തതുകൊണ്ട് പോയ വഴി നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഷവർമ ഓർഡർ ചെയ്തു, 2 ഷവർമ റോള്. അതിൻ്റെ കൂടെ തന്നെ ഹണി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ പീസാക്കിയിട്ടുള്ള ഒരു സംഭവം ഓർഡർ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അന്നത്തെ ഡിന്നർ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ഇതായിരുന്നു ഞങ്ങളുടെ 3-ാം ദിവസം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.